രതീഷ്, പശ്ചിമഘട്ടത്തിന്റെ മലയോര മേഖല ഒന്നടങ്കം തന്നെ ആശങ്കയിലാണ്. അതിപ്പോൾ തിരുവനന്തപുരമാകട്ടെ, കാസർഗോഡാകട്ടെ, അല്ലെങ്കിൽ കണ്ണൂരാകട്ടെ, എപ്പോഴും വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയായി തന്നെ ഈ മലയോര മേഖല മാറിയിരിക്കുന്നു. കണക്കുകൾ തന്നെ അതീവ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. അതായത് വയനാട്ടിലെ കണക്കെടുത്താൽ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് 55 ജീവനുകളാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് 43 പേരുടെയും ജീവനെടുത്തത് കാട്ടാനയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. രണ്ടും വയനാട്ടിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒപ്പം തന്നെ 8 വർഷത്തിനിടെ മരിച്ചത് 909 പേരാണ്. ഇത് സംസ്ഥാനത്തെ ഒന്നടങ്കമുള്ള കണക്കാണ്. വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്തെ കണക്കാണിത്. 909 പേർ മരിച്ചു. ഒപ്പം തന്നെ പരിക്കേറ്റവർ 7492 പേരാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. കൂടാതെ മൊത്തം കണക്കെടുക്കുമ്പോൾ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 55,839 ആക്രമണങ്ങളാണ് ഉണ്ടായത്. നമുക്കറിയാം, ആന ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, പന്നി ഇറങ്ങുന്നു. അത്തരത്തിൽ ഒരുപക്ഷെ വനത്തിനകത്തുള്ള മൃഗങ്ങളെല്ലാവരും തന്നെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഭയത്തിൻ്റെ ആശങ്കയുടെ നേരിലാണ് ഇപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന മലയോര മേഖലയുള്ളത്.